കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. രണ്ടാമത്തെ അധ്യായത്തിൽ 68 നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പം ഇങ്ങനെ ഇന്ദ്രിയ നിഗ്രഹത്തിനെ പറ്റിയാണല്ലോ നമ്മൾ പറയണത്. അതിൻ്റെ പ്രാധാന്യം തന്നെയാണ് കേട്ടോ ഇനി ഇതിലും പറയണത്. ഇന്ദ്രിയങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതഃ. അപ്പോൾ എന്താ പ്രതിഷ്ഠിത എന്താ ഇതിൽ പറയണ വെച്ചാൽ, പിന്നെ 68 എന്താ പറയണ വെച്ചാൽ, ഇന്ദ്രിയ നിഗ്രഹം എത്ര പ്രധാനമാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ നമുക്ക് വാക്കിൻ്റെ അർത്ഥം നോക്കുക. ഹേ മഹാബാഹോ, അല്ലയോ മഹാബാഹുവായ അർജുന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ഈ ശത്രുക്കളെ ഒക്കെ നല്ലോണം കൊന്ന് അല്ലെങ്കിൽ ശത്രുക്കളെ ജയിക്കാൻ സാമർഥ്യമുള്ള അർജുന എന്നുള്ള ഒരു അർത്ഥമുണ്ട് ആ മഹാബാഹു എന്നുള്ളതിൽ കേട്ടോ. വെച്ചാൽ അത്ര സ്കിൽഫുള്ളാണല്ലോ, അത്ര വില്ലാളി വീരനാണല്ലോ. അപ്പോൾ ശത്രുക്കളൊക്കെ നിശേഷം നിഷ്പ്രയാസം നശിപ്പിക്കാൻ പറ്റുന്ന ആളെന്നും കൂടിയൊക്കെ അതിലർത്ഥമുണ്ട്. മഹാബാഹു പറഞ്ഞ നല്ല കൈബലമൊക്കെ ഉള്ള ആൾ. ഓക്കെ. തസ്മാൽ അതുകൊണ്ട് യസ്യ ഇന്ദ്രിയാണി സർവശഃ, ആരുടെ ഇന്ദ്രിയങ്ങളെയാണ് സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യ എല്ലാ വിഷയങ്ങളിൽ നിന്നും, ആരാണ് എല്ലാ സെൻസസിനെയും സെൻസ് ഓബ്ജക്ട്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ആരാണ് നിഗ്രഹീതാനി വിഡ്രോ ചെയ്ത് വലിച്ച് അവനവനിലേക്ക് തിരിക്കുന്നത്. അതാണ് ഇവിടെ പറയണത്. നിഗ്രഹീതാനി അതായത് പുറത്തേക്ക് പോണ ഇന്ദ്രിയങ്ങളെ, വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ദ്രിയങ്ങളെ, അല്ലെങ്കിൽ സെൻസ് ഓബ്ജക്ട്സിന് പിന്നാലെ പോകുന്ന സെൻസസിനെ ആരാണോ അകത്തേക്ക് വലിച്ച് തന്നിലേക്ക് ആത്മാവിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നത്, ആത്മാവിലേക്ക് തിരിക്കുന്നത്, തസ്യ അവൻ്റെ പ്രജ്ഞ ജ്ഞാനം, ഇവിടെ ജ്ഞാനം എന്ന് കൂട്ടുക, പ്രജ്ഞ പ്രതിഷ്ഠിത ഉറച്ചതാകുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സെൽഫ് ആവും. അങ്ങനെ ആയാൽ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ ഓഫ് ദ സെൻസസ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ ജ്ഞാനം ഉറച്ചതായിട്ട് കിട്ടുള്ളൂ എന്നാണ് പറയണത്. അവൻ്റെ ജ്ഞാനം മാത്രമേ ഉറച്ചതായിട്ടുള്ളൂ എന്ന്. അതായത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ പിന്നാലെ പോകാൻ സമ്മതിച്ചാൽ പിന്നെ അത് പോയി കൊണ്ടേയിരിക്കേ. അത് സാധിച്ചു മോഹം, അത് പിന്നെ അതന്നെ വേണം തോന്നും, പിന്നെയും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അർജുന, ഏത് യോഗിയുടെ മനസ്സാണോ സകല ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്നും തിരിച്ച് അവനവനിലേക്ക്, തൻ്റെ ആത്മാവിലേക്ക് തിരിക്കുന്നത്, അവൻ്റെ പ്രജ്ഞ മാത്രമേ ഉറച്ചതായിട്ടുണ്ടാവുള്ളൂ എന്ന്. അത് വേറൊരു കാര്യമുണ്ട്. രാഗവും ദ്വേഷമൊക്കെ കാരണം, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റും എവേർഷൻ എന്ന് പറയുമല്ലോ, അതൊക്കെ കാരണമാണ് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പോണത് പിന്നാലെ. ഇന്ദ്രിയങ്ങളോട് ഭയങ്കര സ്നേഹം, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവുക. അതാണ് രാഗവും ദേഷ്യമാണ് അതിൻ്റെ മൂല കാരണം, ഇന്ദ്രിയങ്ങളെങ്ങനെ പ്രവർത്തിപ്പിക്കാനേ. അപ്പോൾ ഇന്ദ്രിയങ്ങളെങ്ങനെ അങ്ങോട്ട് എല്ലാറ്റിൻ്റെയും പിന്നാലെ പോണ സമയത്ത് സമാധി ഉണ്ടാവുള്ളൂ? ഉണ്ടാവില്ല. സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, സമമായിട്ടുള്ള ധീച്ച ബുദ്ധി, അതായത് നല്ല മെച്വേർഡായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള സമഭാവനയോട് കൂടിയിട്ടുള്ള ബുദ്ധി, അതിനെയാണ് സമാധി എന്ന് വരണത് തന്നെ. അതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിങ്ങനെ ഓടി നടന്ന എല്ലാറ്റിൻ്റെ പിന്നാലെ മോഹിച്ച് അത് പോയി, അത് വേണം, ഇത് വേണം, ഇത് വേണം, എത്ര കിട്ടിയാൽ അങ്ങനെ നടന്നാൽ സമാധി ഉണ്ടാവുമോ? സമമായിട്ടുള്ള ധീ ഉണ്ടാവുമോ? ഇല്ല. എപ്പോഴും രാഗവും ദേഷ്യവും ഉണ്ടേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സമാധി ഉണ്ടാവില്ല. സമാധിയിലല്ലാണ്ട് ജ്ഞാനം ഉദിക്കുമോ? സമബുദ്ധി അവിടെ പറഞ്ഞില്ലേ, സമത്വം യോഗ ഉച്ചതയെന്ന് നമ്മൾ കണ്ടുല്ലോ. സമത്വമായിട്ടുള്ള ബുദ്ധി ഉണ്ടെങ്കിലേ, നല്ല ശാന്തമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവണം, നല്ല പ്യുവറായിരിക്കണം മനസ്സ്, അതിലല്ലേ ജ്ഞാനം ഉദിക്കുള്ളൂ. അപ്പോൾ ജ്ഞാനം കിട്ടില്ല, മീൻസ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മുക്തി ലഭിക്കില്ല അങ്ങനെ ഒരാളൊക്കെ. അതാണ് ഇന്ദ്രിയ നിഗ്രഹത്തിനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക്
മനസ്സിന് ശാന്തി ഉണ്ടാവില്ല, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സമാധിയിലിരിക്കാൻ പറ്റില്ല. സമാധിയിലിരുന്നാലല്ലേ ജ്ഞാനം ഉദിക്കുള്ളൂ. അതും ഉണ്ടാവില്ല, ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല എന്നാണ് ഇതിൽ ശരിക്കും അതാണ് ഇപ്പോൾ ഇതിൽ പറയണത്. അതായത് അത്ര പ്രധാനമാണ് ഇന്ദ്രിയങ്ങളെ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇന്ദ്രിയ നിഗ്രഹം. എന്നാൽ എന്താ ഇന്ദ്രിയ നിഗ്രഹം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാണ്ടിരിക്കുകയാണോ? അല്ല. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാലും കേട്ടാലും അത് സത്യമല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മളെ ആ ശ്രദ്ധ തിരിക്കണം. വെറുതെ തിരിക്കാൻ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി പറ്റില്ല. ബലാത്കാരേണ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തത്? അതെനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആ നിത്യസുഖം തരാത്തതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടിയാവും. അത് സത്യമല്ല. എൻ്റെ ആത്മാവിൽ അനുഭവിക്കുന്ന ആ ആത്മാനുഭവം മാത്രമേ സത്യമുള്ളൂ എന്ന് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് കോൺടെംപ്ലേറ്റ് ചെയ്ത് ബോധ്യപ്പെട്ടിട്ട് പതുക്കെ നമ്മൾ വിഷയങ്ങളിൽ നിന്ന് മാറ്റണം എന്ന് അതാണ് പറയണത്. അപ്പോൾ പ്രാക്ടീസ് വേണം. അതിന് ഒരുപാട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ബോധ്യപ്പെടുത്തി മനസ്സിനെ തിരിച്ച് എല്ലാറ്റിനെയും ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾക്ക് സ്ഥിതപ്രജ്ഞനാവാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. അതായത് സർവം ബ്രഹ്മമയം എന്നുള്ളത് നമുക്ക് ആണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് വിചാരിക്കണേ. അതാണ് ഇനി ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സർവം ബ്രഹ്മമയം എന്നുള്ള ആ ബ്രഹ്മാനുഭവമാണ് ഇനി 69 പറയാൻ പോണത് കേട്ടോ. അപ്പോൾ അതിലെത്തണമെങ്കിൽ നമുക്ക് ഇത് വേണ്ടേ, ഇന്ദ്രിയ നിഗ്രഹം വേണ്ടേ? അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 68 വായിച്ച് 69 പോവാം. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇനി നമുക്ക് 69 വായിക്കാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. നമുക്ക് ആദ്യം ആ വാക്കിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. ഇത് കുറച്ചൊരു ഇതുള്ളതാണ്. സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങൾക്കും യാതൊരു നിഷ്ഠയാണ് നിശ രാത്രി പോലെ ആകുന്നത്. ഞാൻ വെറുതെ അർത്ഥം മാത്രം പറഞ്ഞു വന്നിട്ട് പിന്നെ പറയാട്ടോ. തസ്യാം ആ ആത്മനിഷ്ഠയിൽ നമുക്കൊക്കെ രാത്രിയാവുമ്പോൾ എന്നർത്ഥം. അതായത് സാധാരണ എല്ലാവർക്കും രാത്രിയാവുന്ന സമയത്ത് സംയമി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യോഗി, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ഒരു യതി അല്ലെങ്കിൽ യോഗി, അങ്ങനെ ഒരു വിവേകിയായിട്ടുള്ള ആൾക്ക് ജാഗർത്തി അവരപ്പോഴും ഉണർന്നിരിക്കുകയാണ് നമ്മുടെ രാത്രിയിൽ നിന്ന്. അതായത് ബോധത്തോടു കൂടി തന്നെയാണ് അവർ ആ ആത്മാവിൽ തന്നെയാണ് എബൈഡ് ചെയ്യണം ആ സമയത്ത്. അതാണ് പറയുന്നത് കേട്ടോ. ഭൂതാനി മാത്രമല്ല, നമ്മളെ പ്രാണികൾ ജാഗ്രതി, സാധാരണ എല്ലാ ജീവജാലങ്ങളും ഉണർന്നിരിക്കുമ്പോൾ, ജാഗ്രതി പറഞ്ഞാൽ ഉണർന്നിരിക്കുമ്പോൾ, ആ ഒരു നമ്മളെ അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ ഈ വിഷയങ്ങളിലിരിക്കണ ആ ജാഗ്രത അവസ്ഥ, അത് പശ്യത ആത്മതത്വത്തെ ദർശിക്കുന്ന മുനേഹെ മുനിക്ക് നിശ രാത്രിയാകുന്നു. നമ്മുടെ പകല് ഒരു യോഗിക്ക് രാത്രിയും നമ്മുടെ രാത്രി ഒരു യോഗിക്ക് പകലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, സകല പ്രാണികൾക്കും രാത്രി പോലെ, അതായത് ഡാർക്കാണല്ലോ രാത്രി, ശരിക്കുള്ള ഡാർക്ക്നെസ് പോലെ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരു വിവേകിയായിട്ടുള്ള യോഗി ഉണർന്നിരിക്കും. എന്നാലോ നമ്മൾ അജ്ഞാനത്തിൽ കിടന്ന് നമ്മൾ അജ്ഞാന ദശയിൽ ഇരിക്കുമ്പോൾ, പ്രാണികൾ ഉണർന്നിരിക്കുമ്പോൾ ആ ദശ, ആ ഒരു ജാഗ്രത അവസ്ഥ ഈ ജ്ഞാനിക്ക് രാത്രി പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ശരിക്കും അർത്ഥം വെച്ചാൽ, അത് പറയാൻ തന്നെ വാസ്തവത്തിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശരി. അതായത് ആദ്യം രണ്ടാമത്തെ പറയാം കേട്ടോ, എന്നാലാണ് കുറച്ചും കൂടി നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പം. അതായത് നമ്മളിപ്പോൾ രാത്രി ഡീപ്പ് സ്ലീപ്പിൽ, സുഷുപ്തിയിൽ നമുക്ക് ഒന്നും അറിയില്ലല്ലോ, ആൻഡ് നമ്മൾ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യണമില്ല, നമ്മളൊന്നും അനുഭവിക്കണമൊന്നുമില്ല ഡീപ്പ് സ്ലീപ്പിൽ. പക്ഷേ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക്
എല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? വേദന അടക്കം സന്തോഷം എല്ലാം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? എല്ലാ സെൻസസ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ശരിക്കും എന്താ വെച്ചാൽ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്ന് അറിയാതെ, അതാണ് നമ്മുടെ അജ്ഞാനം. നമ്മൾ ബോഡിയാണെന്ന് വിചാരിക്കുകയാണല്ലോ. അപ്പം നമ്മളെ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള ആ ഒരു അറിവില്ലാത്ത അജ്ഞാനി എന്താ ചെയ്യണത്? ശരിക്കില്ലാത്തതൊക്കെ ഇതൊക്കെ റിയലാണെന്ന് നമുക്ക് തോന്നുകയാണ് ഉണർന്നിരിക്കുമ്പോൾ അല്ലേ? അതായത് ഏതുപോലെ ഈ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടാൽ അത് ശരിക്കുള്ളതാ തോന്നണ പോലെ നമ്മൾ വിചാരിക്കുകയാണ്. ശരിക്കും അത് സീംസ് ലൈക്ക് റിയൽ, അത് സത്യമാണെന്ന് നമുക്ക് തോന്നും, സത്യം തന്നെയാണെന്ന് തോന്നും, പക്ഷെ സത്യമല്ല. അതായത് അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അജ്ഞാനികൾക്ക് ഒന്നും അറിയില്ല അതിനെ പറ്റിയിട്ട്. ബ്രഹ്മമാണ് ഇതെല്ലാം, അതാണ് സത്യം വെച്ചാൽ അത് അവർക്ക് അറിയില്ല. ആ ബ്രഹ്മം അറിയാത്തതാണ് ഇവിടെ എന്ത് പറയണത്? രാത്രി പോലെ എന്ന് പറയണത്. ബ്രഹ്മം അറിയാതിരിക്കുന്നതാണ് നമുക്ക് രാത്രി പോലെ പറയണത്. പക്ഷേ ജ്ഞാനികൾക്ക് അവരെപ്പോഴും ആ ആത്മാവിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ആ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ശരിക്കും അനുഭവിക്കേണ്ടെന്ന് തോന്നണതും അവർക്ക് നമ്മുടെ അജ്ഞാനം കൊണ്ടാന്ന് മനസ്സിലാവും. ഒന്നുമില്ല, ശരിക്ക് ഇവിടെ ഒന്നുമില്ല, ഡാർക്കാണ് അവിടെ. അതായത് ഈ ജഗത്തൊന്നുമില്ല, ജഗത്തിൽ അനുഭവങ്ങളും ഇല്ല, ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അവർക്കറിയാം. അതാണ് അത് പറയണത്. അതായത് ജ്ഞാനിയും ഒരു അജ്ഞാനിയും വളരെ ഡിഫറൻ്റായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ജീവിക്കണത്. അതായത് ജ്ഞാനിയുടെ പ്ലെയിനും അല്ലെങ്കിൽ ജ്ഞാനിയുടെ അവസ്ഥയും ഒരു അജ്ഞാനിയുടെ അവസ്ഥയും ഒന്നല്ല. മാനസികാവസ്ഥ അതാണ്. ജ്ഞാനി പറഞ്ഞാൽ ശരിക്കെന്താ? ജ്ഞാനം പറഞ്ഞാൽ വെളിച്ചം, ആൻഡ് അജ്ഞാനം പറഞ്ഞാൽ ഡാർക്ക്നെസ്. അതാണ് ശരിക്ക് പറയാച്ചാൽ പിന്നെ ഡേ ടൈമും നൈറ്റും എന്ന് പറയണത്. അപ്പോൾ അജ്ഞാനി ശരിക്ക് പറയാച്ചാൽ നമ്മളെ എന്തിലേക്കാണ് ഉണരണ അറിയോ? ഇരുട്ടിലേക്കാണ് ഉണരണേ. എന്നിട്ട് അത് ശരിയാന്ന് വിചാരിക്കുക. അതായത് ഇതൊന്നും ശരിക്കുള്ളതല്ല. നമ്മളെ അജ്ഞാനികൾ ശരിക്ക് പറയാച്ചാൽ ദേ ആർ എവേക്ക് ടു ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ്. നമ്മൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ടിലേക്കാണ് ഈ രാവിലെ ജാഗ്രതയിൽ ഉണരണതേ. ജ്ഞാനികളോ അവരെപ്പോഴും ഈ ആത്മാവിൽ നിൽക്കൊണ്ട് അവർക്ക് ഒരിക്കലും ആ ഇരുട്ടില്ല. സത്യം പറഞ്ഞാൽ അത് ഇരുട്ടാണെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മളുടെ ജാഗ്രത. നമ്മൾ വെളിച്ചാൽ വിചാരിച്ചിട്ടാണ് ഈ നമ്മളെ നീക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് വിചാരിച്ചിട്ട് നമ്മളെ പിന്നെ ശരിക്കും നമ്മുടെ ആ പകലുണ്ടല്ലോ വെറും രാത്രിയാണ്. അജ്ഞാനം, ഡാർക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ പകൽ അവർക്ക് രാത്രിയാണ്. നമ്മളെ രാത്രിയോ എന്താണ്? അവരപ്പോഴും ആ വെളിച്ചത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അവർക്ക് അതായത് നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം ഉദിച്ചാൽ, ആ ഇന്നർ ഡോൺ ബ്രേക്സ് എന്ന് പറയില്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ പ്രകാശം ഉദിച്ചാൽ പിന്നെ ആ ഒരു വെളിച്ചം എപ്പോഴും ഉള്ളതാണ്. നമുക്ക് രാത്രി നല്ല ഉറക്കത്തിൽ ഇരുട്ടാണ്, അജ്ഞാനമാണെന്ന് നമുക്ക് തോന്നുമല്ലോ ഇല്ലേ? ഒന്നും അറിയില്ല എന്ന് പറയില്ലേ? അത് നമ്മളെ രാത്രി. പക്ഷേ അവരെപ്പോഴും, ജ്ഞാനി എപ്പോഴും വെളിച്ചത്തിലാണ്. എഫൾജൻസ് ഈസ് ഫോർ എവർ. വൺസ് ദ ഇന്നർ ഡോൺ ബ്രേക്സ്, അതായത് അവരുടെ ഹൃദയത്തിൽ ജ്ഞാനസൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും അതിന് അസ്തമനമില്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഞാനൊന്നും അറിഞ്ഞില്ല, ഡാർക്ക്നെസ്സിലാണ്. പക്ഷെ അവരപ്പോഴും വെളിച്ചാണ്. നമ്മൾ ഉണരുമ്പോൾ നമ്മൾ വിചാരിക്കണത് എന്താ? അത് വെളിച്ചാന്നാണ്. പക്ഷേ ശരിക്കും അത് അജ്ഞാനം കൊണ്ടാണ് തോന്നണത് റിയലാന്നേ. അതുകൊണ്ടാണ് നമ്മുടെ വെളിച്ചം അവർക്ക് രാത്രി എന്ന് പറയണത്. അവർക്ക് രാത്രി ഇല്ല, പക്ഷെ അവർക്ക് അറിയാം ഇത് അവരുടെ അജ്ഞാനമാകുന്ന ഇരുട്ടാണെന്ന്. അത്രയേ ഉള്ളൂ. ജ്ഞാനികൾക്ക് നമ്മൾ ജാഗ്രതയിൽ ഓരോന്നും ചെയ്യുമ്പോൾ പാവം അജ്ഞാനികളുടെ
ജ്ഞാനികളെ ഇല്ലാത്ത ഒരു കാര്യം ഇരുട്ടിൽ നടക്കണു, ശരിക്കും ഇരുട്ടാന്നല്ല പറയണത്. അവരുടെ കണ്ണിൽ എപ്പോഴും അവർ വെളിച്ചത്തിലാണ്. എവർ എഫൾജൻസ് ഈസ് ഫോർ എവർ, അതാണ് പറയണത്. അതായത് പിന്നെ ആ വെളിച്ചത്തിനെ പോലും കാണുന്ന ശക്തിയാണ് ആത്മാവേ, അല്ലേ? എപ്പോഴും വെളിച്ചം ഉണ്ടെന്നും കൂടിയും കാണുന്ന ഒരു സാക്ഷിയാണല്ലോ. അപ്പം ജ്ഞാനി എന്താ വെച്ചാൽ ഞാൻ ആ ആത്മാവ് തന്നെയാണെന്നാണ് വിചാരിക്കണത്. അജ്ഞാനിയോ വിചാരിക്കണത് നമ്മുടെ ഈ അഹങ്കാരമുള്ള ഞാനെയാണ് ഞാൻ എന്ന് പറയണതേ. അതാണ് ബുദ്ധിമുട്ട്. ആ അഹങ്കാരമാണ് നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടാക്കണതും. അപ്പോൾ ഈ ലൗകികരായിട്ടുള്ള ആൾക്കാർ പിന്നെ ആരാധിക്കുന്നതൊക്കെ ഒരർത്ഥമില്ലാത്ത ഒരു കാര്യമാണ് ജ്ഞാനിക്ക്, അല്ലേ? കാരണം ഇതൊന്നും റിയലല്ലാന്ന് അവർക്കറിയാം. അതായത് ഈ ലോകത്തിലത്തെ അജ്ഞാനത്തിന് നേരെ അവർ കണ്ണടച്ചിരിക്കണം. അവർക്ക് അജ്ഞാനം ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ളത് വളരെ ക്ലിയറായിട്ട്. ദ സേജ് ഈസ് ബ്ലൈൻഡ് ടു ദ വേൾഡ് ഓഫ് ഇഗ്നറൻസ്. അവർക്ക് അജ്ഞാന ലോകത്തിലെ അവർ കാണണമെന്നില്ല, അവർ ബ്ലൈൻഡ് ടു ദാറ്റ്. അതാണ് പറയുന്നത്. അപ്പം അവർക്ക് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നറിയുന്നത് കൊണ്ട് അവർക്ക് എപ്പോഴും ആ ഒരു വെളിച്ചത്തിലാണ് നിൽക്കണത്. അതായത് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു കയറുണ്ട്, അതിനെ പാമ്പാന്ന് വിചാരിച്ചു, അത് നമ്മൾ വെളിച്ചം കൊടുന്നാൽ ആ പേടി പോയില്ലേ? അതുപോലെയാണ് ജ്ഞാനികൾക്ക്. അതാണ് പിന്നെ നമ്മളെ സത്യത്തിൻ്റെ പിന്നെ എന്താണ് ആ ഇരുട്ടുള്ള ഭാഗമാണ് അജ്ഞാനീസ് കാണുന്നത്. അപ്പോൾ നമ്മൾ അജ്ഞാനികൾ ഡാർക്കാണെന്ന് വിചാരിക്കണത് പിന്നെ ജ്ഞാനികൾക്ക് ഡാർക്കല്ല. രാത്രി ഇപ്പോൾ നമ്മൾ ഡാർക്കായിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഡാർക്ക്നെസ് ഇല്ല. നമ്മൾ ശരിയാണെന്ന് വിചാരിക്കണതാണ് അവർക്ക് രാത്രി ശരിയല്ലാത്തതുകൊണ്ട്. അതാണ് ഇറ്റ്സ് വെരി ഹാർഡ് ടു എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതായത് അവരുടെ ആനന്ദം, അതായത് ഒരു ആത്മജ്ഞാനിയുടെ ആനന്ദവും ഒരു സാധാരണ അജ്ഞാനിയുടെ ആനന്ദവും വേറെ ലെവലിലാണ്, പ്ലെയിൻസിലാണ്. അപ്പോൾ നമ്മളുടെ ആനന്ദമൊക്കെ ഈ സെൻഷ്വൽ പ്ലഷേഴ്സിലാണ്, നമ്മുടെ ആ പ്ലെയിനിലാണ്. അപ്പം നമുക്ക് അതിലും അപ്പുറത്ത് സെൻസസിനെ നിയന്ത്രിച്ച് അതിലും അപ്പുറത്ത് പോയാലേ നമുക്ക് അവർക്കുള്ള ആനന്ദം, നിത്യാനന്ദം കിട്ടുള്ളൂ. ആ ആനന്ദം അൺലിമിറ്റഡ് ആണ്, അല്ലേ? അതാണ് ഇറ്റേണൽ ബ്ലിസ്. അതിനാണ് പിന്നെ ചരയി വേദി എന്ന് ഉപനിഷത്തുകൾ പറയും. അതായത് മുന്നോട്ട് പതുക്കെ 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 പോവൂന്ന് പറയും. അതാണ് ഇതിൽ പറയണത്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ അപ്പോൾ മനസ്സിലായില്ല, നമുക്ക് ഏകദേശം ഇപ്പോൾ അത് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അതായത് നമ്മളുടെ പകല് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഉള്ള ആ വെളിച്ചമാണെന്ന് വിചാരിക്കുന്നത് ശരിക്കും ഡാർക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് അജ്ഞാനമാകുന്ന ഡാർക്ക്നെസ്സിലാണ് നമ്മൾ ജീവിക്കണ പകല്. ഇതൊക്കെ ശരിയാന്നുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിൽ. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് നമ്മുടെ പകല് നമ്മൾ ശരിയാണ് ഈ വെളിച്ചമാണെന്ന് വിചാരിക്കുന്ന ആ പകല് അജ്ഞാനിക്ക് അറിയാം ജ്ഞാനിക്ക് അറിയാം അത് വെറും അജ്ഞാനം കൊണ്ടാണ് അവർക്കത് ജാഗ്രത എല്ലാം റിയലാന്ന് തോന്നണമെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ പകൽ അവർക്ക് രാത്രി പറഞ്ഞത്. നമ്മുടെ രാത്രിയാണ് നമ്മൾ വിചാരിക്കണം അയ്യോ ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാണ്ടാണ്. അവർക്ക് അങ്ങനെ ഇല്ല, അപ്പോഴും പകലാണ്. മീൻസ് അവരെപ്പോഴും വെളിച്ചത്തിലാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ജാഗ്രത സത്യമല്ല എന്ന് അറിയുകൊണ്ട് അവരതിനെ ഒരു രാത്രി പോലെ അല്ലെങ്കിൽ അതായത് ഇഗ്നറൻസിൻ്റെ രാത്രിയായിട്ട് കാണണമെന്ന് അങ്ങനെ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലാണ് ഈ എന്താണ് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ മനസ്സിൻ്റെ നേച്ചർ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി മൈൻഡ് എന്നും അതും പിന്നെ എങ്ങനെയാണ് നമ്മളെ അതായത് പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് നെക്സ്റ്റ് ശ്ലോകത്തിൽ അതാണ്. ഇന്ദ്രിയാസിനെ എങ്ങനെ അകത്തേക്ക് വലിച്ചിട്ട് ബുദ്ധിയെ അകത്തേക്ക് വലിച്ച് നമുക്ക് എങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ കംപ്ലീറ്റ്ലി നമുക്ക് നമ്മുടെ അധീനത്തിൽ കൺട്രോൾ ചെയ്യാം സോ ദാറ്റ് നമുക്ക് ആ നിത്യാനന്ദം
എങ്ങനെ നമുക്ക് നിത്യാനന്ദത്തിൽ എത്താം എന്നൊക്കെയാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ 69 വായിക്കുക. ഇത് വളരെ ഫേമസാണ്. എന്താ അറിയോ, ജ്ഞാനികൾക്ക് നമ്മുടെ പകല് രാത്രിയായിട്ടും നമ്മുടെ രാത്രി അവർക്ക് പകലായിട്ടും തോന്നുന്നുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. കാരണം അത് ആ ജ്ഞാനിക്ക് എപ്പോഴും അവർ ആ വെളിച്ചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അത്. ഇത് തെറ്റാന്ന് അറിയുകയും ചെയ്യാം, നമുക്കറിയൂല്ല, അതുകൊണ്ടാണത്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. ഇപ്പം നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് സന്തോഷമാണെന്ന് വിചാരിച്ച് ആനന്ദമെന്ന് വിചാരിക്കണത് കാണുമ്പോൾ ജ്ഞാനിക്കറിയാം, അയ്യോ പാവം വെറും അജ്ഞാനമാകുന്ന കൂരിരുട്ടിൽ അവർ നടക്കുകയാണെന്ന്. അതുകൊണ്ടാണ് പറയണത് ജ്ഞാനിക്ക് നമ്മുടെ ജാഗ്രത ഇരുട്ടാണെന്ന് കേട്ടോ. നമ്മുടെ രാത്രി അവരെപ്പോഴും, അവർക്ക് രാത്രി ഒരിക്കലും ഇല്ല, അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇനി നമുക്ക് 70 വായിക്കാം. 70 വായിക്കാം. 70 കൂടി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വദ് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമീ. അതാണ് 70ാമത്തെ ശ്ലോകം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോവാം കേട്ടോ. തദ്വൽ കാമ യം പ്രവിശന്തി സർവേ. അതെ, ആപൂര്യമാണം എന്ന് പറഞ്ഞാൽ എന്താ? ജലം കൊണ്ട്, അപ്പ പറഞ്ഞ ജലമാണല്ലോ. ആപൂര്യമാണം, അപ്പ് കൊണ്ട് നിറഞ്ഞത് മീൻസ് വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അചലപ്രതിഷ്ഠം സ്ഥിരമായിട്ട് നിൽക്കുന്നതുമായ സമുദ്രം, സമുദ്രത്തെ, അതായത് സമുദ്രത്തിലേ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം കയറുക അങ്ങനെ ഇല്ലല്ലോ. അത്ര വലിയൊരു ജല ആശയമായതുകൊണ്ട് കുറേ മഴ പെയ്താലോ അല്ലെങ്കിൽ ഒരു പുഴ വന്ന് ചേർന്നാലോ ഒന്നും ആ സമുദ്രത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ അതുപോലെ തന്നെ നിൽക്കും. അതാണ് സ്ഥിരമായി നിൽക്കുന്നതാണ് പറയണത് കേട്ടോ. ആപഹ അങ്ങനത്തെ ബാക്കി ജലങ്ങൾ, അതായത് നദി മുതലായിട്ടുള്ള നദി, കുഞ്ഞു അരുവികൾ അല്ലെങ്കിൽ മഴ എന്നും കൂടിയും പറയാം. യദ്വദ് എപ്രകാരമാണ് പ്രവിശന്തി, അതായത് എല്ലാ നദികളും അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരും, കുറേ നദികൾ. അപ്പോൾ സമുദ്രത്തിൽ നദി വന്ന് ചേർന്നാലും തദ്വദ് അതേപോലെ നദികൾ വന്ന് സമുദ്രത്തിൽ ചേരുമ്പോൾ തദ്വദ് അപ്രകാരം സർവേ കാമാഹ മീൻസ് നമ്മുടെ സകല വിഷയ ആഗ്രഹങ്ങളും യം അതായത് ഏതൊരു മുനിയെ, അതായത് തന്നിൽ ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ഏതൊരു മുനിയെ പ്രവിശന്തി പ്രവേശിക്കുന്നുവോ സ അവൻ ശാന്തിം മോക്ഷത്തെ ആപ്നോതി പ്രാപിക്കുന്നു. കാമകാമി എന്ന വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും മോക്ഷത്തെ പ്രാപിക്കുന്നില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയതിൽ പറയാച്ചാൽ, സമുദ്രം വലിയ വ്യത്യാസമൊന്നും വരില്ല. ഒരു നദിയിലത്തെ വെള്ളം വന്ന് ചേർന്നാൽ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മഴ പെയ്താൽ സമുദ്രത്തെ വെള്ളമൊന്നും അങ്ങനെ കൂടില്ല. ഈ വേലിയേറ്റവും വേലിയിറക്കൊണ്ട് അത് എന്താണ് ചന്ദ്രൻ്റെ ആകർഷണ ശക്തി ഉണ്ട്. അല്ലാണ്ട് വെള്ളത്തിൻ്റെ എമൗണ്ടൊന്നും കൂടിയെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം ഒരു നദി വന്ന് ചേർന്ന് വെച്ചാൽ അങ്ങോട്ട് വെള്ളം ഒരു അനവധി അങ്ങോട്ട് കയറുക അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് സമുദ്രം നല്ല എപ്പോഴും ഒരുപോലെ ഇരിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നിറഞ്ഞ സ്ഥിരമായിരിക്കുന്ന സമുദ്രത്തിൽ ഒരു നദിയിലത്തെ ജലം പ്രവേശിച്ചാൽ അത് നമ്മൾ അറിയുന്നില്ല വെള്ളം കൂടിയെന്ന്. അതുപോലെയാണ് അതുപോലെയാണ് എന്താ അറിയോ, ഒരു യോഗി അല്ലെങ്കിൽ നല്ല സ്ഥിതപ്രജ്ഞന ആണ് ഈ സർവ്വ വിഷയങ്ങളും, അതായത് അയാൾ ഈ വിഷയസുഖങ്ങളൊക്കെ കുറച്ച് അനുഭവിച്ചാൽ പോലും ആ സ്ഥിതപ്രജ്ഞൻ്റെ ബുദ്ധി അത് ബാധിക്കില്ല. അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ഇരിക്കും, അതൊന്നും ഏശാതെ പോവും. കാരണം ആത്മാവിൽ തന്നെ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന ഒരു ആളെ ഒന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഏതുപോലെ സമുദ്രത്തിലത്തെ വെള്ളത്തിന് ഒരു നദിയിലത്തെ ജലം വന്ന് അതിൽ ചേർന്നാലും സമുദ്രജലത്തിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. അതുപോലെ അചലം, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു
അവസ്ഥയിൽ ആ സമുദ്രം ഇരിക്കും. വലിയ വലിയ നദികളൊക്കെ വന്ന് ചേരും. ആ ചേർന്നോടത്ത് കുറച്ച് പാത എന്തെങ്കിലും തിരയോ എന്തെങ്കിലും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സമുദ്രത്തിന് ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെയാണ് അത്രേ ഒരു ജ്ഞാനി ഇവിടെ സമുദ്രമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണം. അത്ര ശാന്തം, അതായത് ഒരു സ്ഥിരമായിട്ട് ഒരേപോലെ നിൽക്കണമെന്ന്. അങ്ങനെയാണ്. അതുപോലെയാണ് ജ്ഞാനിയിൽ ഈ വിഷയസുഖങ്ങൾ നമ്മളെ ബാധിക്കണ പോലെ ജ്ഞാനി വിഷയസുഖങ്ങളോ വിഷയ എക്സ്പീരിയൻസസോ ബാധിക്കേയില്ല. അതുകൊണ്ടാണ് അവർക്ക് സ്ഥിതപ്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ജീവൻ മുക്തന്മാർക്ക് ഈ ലോകത്തിൽ ജീവിച്ചാലും ആ ജീവൻ മുക്തനായിട്ട് തന്നെ ആ അവസ്ഥയിൽ തന്നെ കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നും ഇല്ലാണ്ട് ഇരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. ജലം കൊണ്ട് നിറഞ്ഞിരിക്കണു, എന്നാലും സമുദ്രത്തിന് ആ ഒരു പുഴ വന്നങ്ങോട്ട് ചേർന്നാൽ വെള്ളം അങ്ങോട്ട് അനവധി ഫീറ്റ് കൂടുക ഒന്നും ചെയ്യില്ല. അനവധി അടി ഉയരത്തിലേക്ക് ഒന്നും ചെയ്യില്ല. ഒന്നും സംഭവിക്കാത്ത പോലെയാണ് ആ സമുദ്രം ഇരിക്കുക. അതുപോലെ തന്നെയാണ് ഒരു വികാരവും കൂടാതെ നല്ല ആത്മാവിൽ തന്നെ നിഷ്ഠനായിട്ട് അല്ലെങ്കിൽ എബൈഡിങ് ഇൻ ദ സെൽഫ് ആയിട്ട് ഇരിക്കണ ഒരു ഒരു ജ്ഞാനിയെ ഈ വിഷയങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെയൊക്കെ ഈ ലോകത്തിൽ കിടന്ന് കളിച്ചാലും അതൊന്നും അവരെ ഒരു തരി പോലും ബാധിക്കില്ല. സമുദ്രത്തിലത്തെ ജലം പോലെ ഒരു വികാരത്തെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അത് ഉണ്ടാക്കില്ല. അങ്ങനെയുള്ള ഒരു, അതായത് ഒന്നും ബാധിക്കാതെയും, അതാണ് അത് തന്നെ. അത്ര എന്തറിയോ കാരണം ആത്മാനുഭവം കൂടെ അനുഭവിച്ചാൽ അതുപോലൊരു സന്തോഷം വേറെ ഇല്ല. അപ്പോൾ നമുക്കൊക്കെ എന്താ കുഴപ്പമെച്ചാൽ ആ ആത്മാനുഭവം ഉണ്ടായിട്ടില്ല. അതങ്ങോട്ട് വന്നാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എന്തനുഭവം മുമ്പിൽ കണ്ടാലും വേണ്ടാന്ന് തോന്നി. ഇപ്പോൾ പ്രഹ്ലാദനോടും ഒക്കെ എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു ഭഗവാൻ. ഒന്നും വേണ്ട പറഞ്ഞു ഇല്ലേ. എത്ര ആൾക്കാരങ്ങനെ ഭഗവാൻ എല്ലാം തരാമെന്ന്, ത്രിലോകാധിപത്യം മുഴുവൻ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. 3 ലോകങ്ങളുടെ മുഴുവൻ അധിപതിയായി എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട. എന്താച്ചാൽ ത്രിലോകാധിപത്യം കൂടിയും ഈ ആത്മാനുഭവത്തിനോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര നിസ്സാരമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും അതിലങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിത്യാനന്ദമാണ്. അപ്പം ഈ വിഷയങ്ങളൊന്നും അവരെ ഒന്നും ബോധർ ചെയ്യില്ല. അതാണ് എക്സാക്റ്റ് ഈ ഒരു 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 എന്താ പറയുക ഉദാഹരണം കൊണ്ട് പറഞ്ഞത്. അതാണ് പിന്നെ എന്താണ് മാത്രമല്ല വെള്ളം കുറേ ആവിയായിട്ട് പോകണമുണ്ട് ഇല്ലേ സമുദ്രത്തിൽ നിന്ന്, എന്നാലും കുറവൊന്നും വരില്ല. അതേപോലെ തന്നെയാണ് എന്തെങ്കിലും നദികളൊക്കെ വന്ന് ചേർന്നാൽ അപ്പോഴും വ്യത്യാസമൊന്നും കാര്യമായിട്ട് നമുക്കറിയില്ല. മഴ പെയ്താലും കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം സമുദ്രത്തിനുണ്ടെന്ന് പറയും എപ്പോഴും. അപ്പോൾ ഈ പിന്നെ ദത്താത്രേയ ഗുരു സമുദ്രത്തിനെ അതിൻ്റെ അഗാധതയും പിന്നെ ഇതൊക്കെ ഒരു കാരണമാണ് ഗുരുവായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണ വരേ ഉള്ളൂ നമ്മൾ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോണത്. ആത്മസാക്ഷാത്കാരമാണ് കിട്ടിയാൽ പിന്നെ ഒരു ആഗ്രഹങ്ങൾക്ക് നമ്മളെ പുൾ ഡൗൺ ചെയ്യാൻ സാധിക്കില്ല. അതാണ്. അപ്പം പിന്നെ അവരെന്തായാലും ഞാൻ ഭഗവാന്റെ ഒരു കയ്യിലത്തെ ഇൻസ്ട്രുമെൻ്റ്, ഒരു കർത്തൃത്വം ഇല്ല, ഭോക്തൃത്വം ഇല്ല, കർമ്മബന്ധനവും ഇല്ല, ഒന്നുമില്ല. അടുത്ത ശ്ലോകത്തിൽ ഇനി സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ഇനി ഭഗവാൻ നിർത്തും. ഈ ചാപ്റ്റർ കഴിയിട്ടു അടുത്തേല അത് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കാ ശാന്തി ഉണ്ടാവുക? ഇതുപോലെ ഇരിക്കണവൾക്ക്, അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ആത്മാവിൽ തന്നെ ആത്മാനുഭവത്തോടു കൂടി ഇരിക്കുന്ന ആളെയാണ് ശരിക്കും സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ ഒരു സമുദ്രത്തിനെ പിന്നെ നീരാവിയായി വെള്ളം നഷ്ടപ്പെടുന്നതോ പിന്നെ വേറെ നദിയിൽ നിന്ന് ജലം വന്ന് ചേരുന്നതോ മഴ പെയ്താലോ ഒന്നും സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവിനെ കാര്യമായിട്ടൊന്നും വ്യത്യാസം വരാത്തത് പോലെയാണ് ഇയാളുടെ ഈ സ്ഥിതപ്രജ്ഞൻ്റെ പിന്നെ ആനന്ദത്തിന് ഒരു കുറവും എപ്പോഴും വരില്ല. അപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാച്ചാൽ വിധിയുടെ ഒരു കളി പ്രദേശമാണ്. വിധിക്ക് കളിക്കാനുള്ളൊരു സ്ഥലമാണ് അല്ലേ, നമുക്കറിയാലോ അത്. അപ്പോൾ ആ വിധി അനുസരിച്ച് നമ്മൾ ഈ വിധി കളിക്കണതിനൊക്കെ നമ്മളെ ഒപ്പം കളിക്കാൻ തുടങ്ങിയാൽ മനസ്സ് ശാന്തി ഉണ്ടാവില്ലല്ലോ. അതില്ലാതിരിക്കാനാണ്
പറയണത് അത് മോക്ഷം തന്നെയാണല്ലോ. ഈ ശരിക്ക് പറയാച്ചാൽ ശാന്തി എന്ന് പറഞ്ഞാൽ തന്നെയാണ് മോക്ഷം അല്ലേ. അപ്പോൾ പരമാത്മാവ് ആ സമുദ്രം പോലെയാണ്. ആ പരമാത്മാവിൽ അങ്ങോട്ട് നമ്മൾ എത്തിച്ചേർന്നാൽ പിന്നെ നമുക്കൊന്നും നമ്മളെ ബാധിക്കില്ല. അതാണ് അതിൽ പറയണത്. അപ്പോൾ പിന്നെ എന്താണ്, ഈ നമ്മുടെ ഈ ഞാൻ എന്നുള്ള ഈഗോ ഉണ്ടല്ലോ, അത് എത്രത്തോളം നമ്മളിൽ ഇല്ലാതിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആത്മാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പോരുകയാണ്. അപ്പോൾ ഈ നമ്മളെ എപ്പോഴും ഈ സെൻഷ്വൽ ഇത് നമ്മളെ എങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ രാഗവും ദ്വേഷവും. അത് കാരണം നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ മരുന്നൊക്കെ പോവലും അതൊക്കെ നമുക്ക് പതുക്കെ ഇന്ദ്രിയങ്ങളെ അടക്കി നമ്മൾ ആത്മാവിൽ എത്തിച്ചേർന്നാൽ പിന്നെ ഇതൊന്നും, പിന്നെ നമ്മൾ ഈ ശരീരം വീണ വരെ ഈ ശരീരത്തിൽ ഇരിക്കണം വെച്ചാലും നമ്മൾ ഒരു ദുഃഖവും അനുഭവിക്കില്ല, നിത്യസുഖം അനുഭവിക്കും. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് സ്ഥിതപ്രജ്ഞനായാലത്തെ ഒരു ഗുണം നിത്യശാന്തി, നിത്യസുഖം. എല്ലാ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാലും ഒന്നും നമ്മളെ സമുദ്രം പോലെ നമ്മളിരിക്കും എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കിയാൽ നമ്മൾക്ക് അതിവിശിഷ്ടമായിട്ടുള്ള ആ ജ്ഞാനാനുഭവത്തിൽ, ആത്മാനുഭവത്തിൽ എന്നും ഇരിക്കാൻ പറ്റും. അപ്പം ഞാൻ 70 വായിച്ച് നമുക്കിന്ന് ഇവിടെ നിർത്താം. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിം ആപ്നോതി ന കാമകാമി. പിന്നെ അതായത് കാമകാമി എന്താ? ഡിസയറർ ഓഫ് ഡിസയേഴ്സ് അല്ലേ. കാമകാമി എന്ന് പറഞ്ഞാൽ എന്താ? കാമങ്ങളുടെ പിന്നാലെ പോണ ആൾ അല്ലേ. അപ്പം ആദ്യമായിട്ട് ഒരു സാധകന് വേണ്ടത് എന്താ അറിയോ? ഇതൊന്നും നിത്യമല്ല. അതുകൊണ്ട് എനിക്ക് നിത്യസുഖത്തിന് വേണ്ടി എനിക്ക് ഇതിനെയൊക്കെ കുറേശ്ശെ മാറ്റി എനിക്ക് എത്തണം എന്ന് പറയലാണ് ആദ്യത്തെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമസ്താപരാധം ക്ഷമസ്വമേ. ഗുരുവായൂരപ്പ ശരണം.